നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കൊപ്പം ഉണ്ടായിരുന്ന ഫെന്നി നൈനാനെ കണ്ടിട്ടുണ്ട്. മറ്റൊരാൾ കൂടിയുണ്ട്, റിനോ പി രാജൻ. അദ്ദേഹം ഏറത്ത് പഞ്ചായത്തിലെ 6-ാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് പറഞ്ഞു തന്നെയാണ് വോട്ട് പിടിക്കുന്നത്. എങ്ങനെയാണ് പ്രചാരണം? രാഹുൽ വരാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ടോ? തീർച്ചയായിട്ടും അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൻ്റെ സജീവമല്ലാത്തതിൻ്റെ ഒരു പ്രയാസം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ നല്ല ആത്മവിശ്വാസത്തിൽ നമ്മുടെ അടൂരിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എല്ലാവരും സജീവമായി തന്നെ ഈ ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വളരെ സജീവമായി രംഗത്തുണ്ട്. ബഹുഭൂരിപക്ഷം ചെറുപ്പക്കാർക്കും സജീവമായ അല്ലെങ്കിൽ നേതൃനിരയിലുള്ള ബഹുഭൂരിപക്ഷം ചെറുപ്പക്കാർക്കും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനൊരു അവസരം പാർട്ടി ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നു എന്നുള്ളത് ഏറെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അടൂരിലെ യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട സജീവമായ എല്ലാ നേതൃത്വത്തിലുള്ള എല്ലാവർക്കും സജീവമായ ഒരു മത്സരരംഗത്ത് തന്നെയുണ്ട്. അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വലിയ സവിശേഷത. വലിയൊരു കേസിൽ പെട്ടിരിക്കുന്ന സമയമാണല്ലോ, ഇത് തിരിച്ചടിയാവുന്നുള്ള പേടിയുണ്ടോ? അങ്ങനെയില്ല, അങ്ങനെ കരുതുന്നില്ല. ഒന്ന്, പാർട്ടി ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ മുമ്പിൽ, ഒരു പൊതുസമൂഹത്തിന് മുമ്പിൽ ഒരു ആരോപണം ഉന്നയിച്ചു, ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടു. അത് ആ കാര്യങ്ങൾ അവിടെ നിലനിൽക്കുമ്പോൾ കോൺഗ്രസ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിനെ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഉചിതമായ ഒരു തീരുമാനം പാർട്ടി കൈക്കൊണ്ടു എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വ്യക്തിപരമായി. അത് വ്യക്തിപരമായ അഭിപ്രായങ്ങൾക്ക് അവിടെ ഒരു പ്രത്യേകിച്ച് കാര്യങ്ങളില്ല. പാർട്ടി ഒരു നിലപാടെടുത്തു, ആ നിലപാടിനൊപ്പം പാർട്ടിയുടെ പ്രവർത്തകർ എല്ലാവരും നിൽക്കുന്നു. അദ്ദേഹം ഇതെല്ലാം ഒരു അഗ്നിശുദ്ധി വരുത്തി ഇതെല്ലാം നീതിന്യായ കോടതികൾക്ക് മുമ്പിലും ജനങ്ങൾക്ക് മുമ്പിലും തനിക്ക് പറയാനുള്ളതും സത്യസന്ധമായ കാര്യങ്ങൾ അദ്ദേഹം പറയും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. അദ്ദേഹം സജീവമായി തന്നെ രംഗത്തേക്ക് വരും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കഴിഞ്ഞ ദിവസം CPM ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു, രാഹുലിന്റെ നോമിനികളാണ് പല സ്ഥാനാർത്ഥികൾ. റിനോ പറഞ്ഞതുപോലെ തന്നെ അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരണം. കാരണം രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് ഈ പ്രസ്ഥാനത്തിന്റെ, ഈ പാർട്ടിയുടെ വലിയ ഒരു അസറ്റാണ്. അത്രയും വലിയ, ഇന്നലെ കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ പറയുന്നതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വലിയ ഡിബേറ്റർ ആയിരുന്നു, വലിയ വാക്ചാതുര്യമുള്ള വ്യക്തിയായിരുന്നു, വലിയ കഴിവുകളുള്ള വ്യക്തിയായിരുന്നു. പക്ഷേ എവിടെയോ എന്തോ പിഴച്ചോ ഇല്ലയോ എന്നുള്ളത് കോടതി തീരുമാനിക്കട്ടെ. എന്തൊക്കെയാണെങ്കിലും വന്നിരിക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ട് കോടതിക്ക് മുന്നില്, ജനങ്ങൾക്ക് മുന്നില് തന്റെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തില് ഈ പ്രസ്ഥാനത്തിന്റെ നേതൃനിരയിൽ തന്നെ ഉണ്ടാകുമെന്ന് സാധാരണക്കാരായ പ്രവർത്തകരും കേരളത്തിലെ ജനങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പില് രാഹുൽ മാങ്കൂട്ടം വിഷയം എവിടെയും ഒരിക്കലും ഒരിടത്തും ചർച്ചയാവില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. 100%, 100ക്ക് 101% വേണമെങ്കിൽ പറയാം. അങ്ങനെ ഉറപ്പിച്ച് നമുക്ക് എല്ലാവർക്കും പറയാൻ കഴിയും, ഒരിക്കലും രാഹുൽ മാങ്കൂട്ടം വിഷയം എവിടെയും ചർച്ചയാവില്ല എന്നുള്ളത് തന്നെയാണ്. അതിനുള്ള കാരണം എന്ന് പറയുന്നത്, ഇവിടെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ ഒരുപാടധികം വിഷയങ്ങളുണ്ട്. ജനദ്രോഹപരമായ കഴിവുകേടിന്റെ, പരാജയങ്ങളുടെ, ഒരു വ്യക്തമായ പ്ലാനുകളില്ലാത്ത ജീവിതം, സാധാരണക്കാരന്റെ ജീവിതം അമ്പേ പരാജയപ്പെട്ടു പോകാൻ അല്ലെങ്കിൽ കുട്ടിച്ചോറാക്കാൻ കാരണക്കാരായ ഒരു സർക്കാർ ഇവിടെ ഇരിക്കുമ്പോ ആ സർക്കാരിനെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വെറുത്ത് 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 അത് പകയായി മാറിയിരിക്കുക. എന്താണ് പക? പിണറായി വിജയനെ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന്, കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് വലിച്ചെറിയണം എന്നുള്ള പക. അതാണ് ജനങ്ങളുടെ മനസ്സിൽ, അല്ലേ? അപ്പോ അതിൽ മുമ്പിൽ നിൽക്കുന്ന മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയാണ്. ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ജനങ്ങൾ വളരെ വളരെ വലിയ ബഹുമാനത്തോടെ കണ്ട, ആദരവോടെ കണ്ട എല്ലാ വിഭാഗക്കാരും, ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും, കേരളത്തിലെ ജനസമൂഹം ഒന്നടങ്കം വലിയ പ്രാധാന്യം കൽപ്പിച്ചിരുന്ന, വലിയ ബഹുമാനം കൽപ്പിച്ചിരുന്ന, വലിയ ആദരവ് കൽപ്പിച്ചിരുന്ന ഒരിടമാണ് ശബരിമല. അവിടെ കയറിയിട്ടാണ് ഈ പറയുന്ന സഖാക്കള് അയ്യന്റെ പൊന്ന് കട്ടുകൊണ്ടുപോയത്. ആ കട്ടിളപ്പാല് അടക്കം ഇടക്കിക്കൊണ്ടുപോയത്. അയ്യന്റെ പൊന്ന് കട്ടവന് വോട്ടില്ല എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് കേരളത്തിലെ ജനം മാറി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ രാഹുലിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളൊന്നും ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അല്ല എന്നുള്ളത് നമുക്ക് തറപ്പിച്ചുറപ്പിച്ച് പറയാനാവുമെന്നുള്ളതാണ്. അത് തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
പിന്നെ മറ്റേ വിഷയം എന്ന് പറയുന്നത്, അതായത് രാഹുലിന്റെ അഗ്നിശുദ്ധി എന്ന് പറയുന്നത്, അതിലേക്ക് വരുമ്പോൾ ഇന്ന് നമ്മൾ മറ്റൊന്ന് കാണുകയാണ്. നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ന് മിനിറ്റുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ മണിക്കൂറുകൾക്ക് മുമ്പാണ് നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് നിരപരാധിയാണ്, കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തി കോടതി അയാളെ വെറുതെ വിടുകയാണ്. 9 വർഷക്കാലം അയാൾ വാ തുറന്ന് സംസാരിച്ചിട്ടില്ല. കാരണം എന്താ? കോടതിയിൽ മുന്നിൽ നിൽക്കുന്ന ഒരു കേസായതുകൊണ്ട് മാത്രം അയാൾ സംസാരിച്ചില്ല. അയാൾ ജയിലിൽ കിടന്നു. 40-ലേറെ ദിവസം അയാൾ ജയിലിൽ കിടന്നു, 2 മാസക്കാലത്തോളം. അയാൾ 9 വർഷം ക്രൂശിക്കപ്പെട്ടു. മാധ്യമ വിചാരണകൾ നടന്നു. വലിയ രീതിയിലുള്ള അധിക്ഷേപങ്ങളും വ്യക്തിഹത്യകൾക്കും ഇരയായി. അവസാനം 9 വർഷക്കാലത്തിനിപ്പുറം ദിലീപ് നിരപരാധിയാണെന്ന് കോടതി കണ്ടെത്തുകയാണ്. ഇതേ സമാനമായ ഒരു ഘട്ടത്തിലൂടെയാണ് രാഹുൽ മാങ്കൂട്ടവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ അർത്ഥത്തിലുള്ള മാധ്യമ വിചാരണകൾ, അധിക്ഷേപങ്ങൾ, വ്യക്തിഹത്യകൾ, ആക്രോശങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് രാഹുലിനെതിരെയുള്ള മാധ്യമ വിചാരണ നടന്നുകൊണ്ടിരിക്കുമ്പോ നിയമത്തിന്റെ പിന്തുണ രാഹുലിന് ലഭിക്കുകയാ. ഹൈക്കോടതിയിൽ നമ്മളതാണ് കണ്ടത്. അയാൾക്ക് പറയാനുള്ളത് കേട്ടേ മതിയാകൂ, അതുകൊണ്ട് നോട്ട് ടു അറസ്റ്റ് എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രാരംഭ ഘട്ടത്തിൽ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ വിജയം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ആർക്കും വേണ്ട. രാഹുലും ദിലീപ് തിരിച്ചു വന്നതുപോലെ ഒരു അഗ്നിശുദ്ധി വരുത്തിക്കൊണ്ടുള്ള ഒരു തിരിച്ചുവരവ് രാഹുലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ള കാര്യത്തിലും നമ്മൾക്കൊരു തർക്കവുമില്ല. അത് സംഭവിച്ചേ മതിയാകൂ, കാലം അതിന് സാക്ഷിയാകും എന്നുള്ളതാണ്. പക്ഷേ അവിടെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഒന്നിൽ നിന്നും പാഠം ഉൾക്കൊള്ളാതെ കേരളത്തിലെ മാപ്രകൾ നിരന്തരമായിട്ട് രാഹുലിനെ നിരന്തരമായി വേട്ടയാടുന്ന ഒരു സ്ഥിതിവിശേഷമല്ല നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നിന് പിറകെ മറ്റോരോന്നായി ആരോപണങ്ങളായി, സ്ക്രീൻഷോട്ടുകളായി, ഓഡിയോ ക്ലിപ്പുകളായി ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. രാഹുലിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളിൽ ക്രൈംബ്രാഞ്ചും SITയും ഇരയെ അങ്ങോട്ട് പോയി ചെന്ന് കണ്ട് നിയമ നടപടിയുമായി മുന്നോട്ട് പോകണം, മൊഴി നൽകണം, പരാതി നൽകണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യഘട്ടത്തിൽ അതിന് സാധ്യമല്ലെന്ന് അവർ ആദ്യം പറയുന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായിട്ട് പരാതി നൽകാൻ മുഖ്യമന്ത്രിയെ കാണുന്നു. അത് കണ്ട് രാഹുൽ ഈ പറയുന്ന ജാമ്യാപേക്ഷയുമായി സെഷൻസ് കോടതിയിൽ പോകുന്നു. അവിടെ രാഹുൽ തന്റെ കയ്യിലുള്ള തെളിവുകൾ ഹാജരാക്കുന്നു. അതൊക്കെ ഹാജരാക്കി കഴിയുമ്പോ എന്ത് സംഭവിക്കുന്നു? പുതിയ പരാതി. ആ പുതിയ പരാതി എവിടുന്നാ വരുന്നത്? രണ്ടാമത്തെ പരാതി എവിടുന്നാ വരുന്നത്? ആദ്യത്തെ പരാതി അതുകൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് ചില ആളുകൾ തിരിച്ചറിയുമ്പോൾ രണ്ടാമത്തെ പരാതി വരുന്നു. രണ്ടാമത്തെ പരാതി കൊണ്ടും തിരിച്ച് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് കണ്ടപ്പോ റിനി ആൻഡ് ജോർജ് പുറത്തേക്ക് വരുന്നു. രാഹുലിനെതിരെ സംസാരിച്ചതിന് തനിക്ക് വധഭീഷണിയാണെന്ന് പറഞ്ഞുകൊണ്ട് പരാതി കൊടുക്കുന്നു. അപ്പോ നിരന്തരമായി ഇത്തരത്തിൽ രാഹുലിനെ വേട്ടയാടാനുള്ള നീക്കങ്ങൾ ഒരു ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. അതിന് ദിലീപ് ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന ചില മാധ്യമ സ്ഥാപനങ്ങൾ, അതിലെ ചില മാധ്യമ പ്രവർത്തകർ ഇത്തരത്തിൽ പേപ്പട്ടി കുരക്കുന്നത് പോലെ കുരക്കാനും ആക്രോശിക്കുവാനുമായിട്ട് ക്യാമറയുടെ മുന്നിൽ വന്നു നിന്നുകൊണ്ട് മാധ്യമ വിചാരണ നടത്തുന്നു. ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ തന്നെ ഇവർക്കൊക്കെ ഈ പറയുന്ന ഈ ഇന്ത്യയുടെ, ഈ രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥയിൽ, ഇവിടുത്തെ ജുഡീഷ്യറിയിൽ ഈ മാധ്യമ പ്രവർത്തകർക്ക് എന്താണ് അവരുടെ പങ്ക്? അവർക്ക് എന്താണ് അതിന് സ്ഥാനം? എന്ത് അവകാശമാണ് അവർക്കുള്ളത്? കോടതിയെക്കാളും വലിയ കോടതിയാണോ ഇവരുടെ ന്യൂസ് റൂമുകൾ എന്ന് പറയുന്നത്? ഇവരുടെ സ്റ്റുഡിയോ എന്ന് പറയുന്നത് കോടതിയെക്കാളും വലിയ കോടതിയാണോ? അല്ലല്ലോ, ഒരിക്കലും അല്ലല്ലോ. അപ്പോ പിന്നെ ഇവർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന അധിക്ഷേപങ്ങൾ, വ്യക്തിഹത്യകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്? രാഹുലിനെതിരെയും ഇപ്പൊ അത് തന്നെയല്ല നടക്കുന്നത്. അപ്പോ രാഹുൽ, റിനോ പറഞ്ഞതുപോലെ തന്നെ രാഹുൽ അഗ്നിശുദ്ധി വരുത്തി ഈ പ്രസ്ഥാനത്തിന്റെ നേതൃസ്ഥാനത്ത് ഉണ്ടാവണം എന്ന് തന്നെയാണ് കേരളത്തിലെ ഈ പാർട്ടിയുടെ അഭ്യുദകാംക്ഷികളായിട്ടുള്ള, പിന്തുണക്കുന്നവരായിട്ടുള്ള ഇതിന്റെ സാധാരണക്കാരായ പ്രവർത്തകർ ഇന്നും ഇപ്പോഴും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. ദിലീപ് 8 വർഷങ്ങൾക്ക് ഇപ്പുറമാണ് ദിലീപിന് നീതി ലഭിച്ചതെങ്കിൽ അയാൾ കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തുന്നത് വരെ ആ 8 വർഷക്കാലം അയാൾ അനുഭവിച്ചു കൊണ്ടിരുന്ന വേദനകള്, മാനസിക സംഘർഷങ്ങള് അത് എത്രത്തോളമാണ്? അത് തന്നെയല്ലേ ഇന്ന് രാഹുൽ മാങ്കൂട്ടവും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇന്നല്ലെങ്കിൽ നാളെ കോടതി അന്വേഷണങ്ങളൊക്കെ അവസാനിച്ച് കുറ്റപത്രമൊക്കെ സമർപ്പിച്ച് വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെ കഴിഞ്ഞ് കോടതി പറയുകയാണ് രാഹുൽ മാങ്കൂട്ടം കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ
ഇന്ന് നിങ്ങൾ കാണുന്ന തലക്കെട്ടുകൾ, ഇന്ന് നിങ്ങൾ കാണുന്ന ബിഗ് ബ്രേക്കിങ്ങുകൾ, ഇന്ന് നിങ്ങൾ കാണുന്ന എക്സ്ക്ലൂസീവുകൾ, ഇതിനൊക്കെ ആര് മറുപടി പറയും? അത് മറുപടി പറഞ്ഞല്ലേ മതിയാകൂ. കാരണം ഒരു വ്യക്തിയെ, ഒരു നിരപരാധിയെ ഇങ്ങനെയധികം ക്രൂശിച്ചിട്ട് പിന്നെ അതിന് മറുപടി പറയാതെ, ഉത്തരം പറയാതെ ആർക്കാണ് അതിൽ നിന്ന് എസ്കേപ്പ് ആവാൻ, രക്ഷപ്പെടാൻ കഴിയുന്നത്? അങ്ങനെ ഒരുത്തരും രക്ഷപ്പെടാൻ പാടില്ല. ഇത് തന്നെയാണ് ദിലീപിന്റെ കാര്യത്തിൽ സംഭവിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ എഴുതി വെച്ചോളൂ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലും സംഭവിക്കാൻ പോകുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ രാഹുൽ കുറ്റക്കാരനല്ലെന്ന് കോടതി കണ്ടെത്തുമ്പോ ഈ പറയുന്ന ഈ ആക്രോശിക്കുന്ന കുരക്കുന്ന പട്ടികളൊക്കെ എവിടെ പോയിട്ട് രാഹുലിനോട് മാപ്പ് പറയുമോ ഇവരൊക്കെ? അപ്പോ രാഹുൽ അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരും എന്നുള്ളത് തന്നെയാണ്, അല്ലേ? അങ്ങനെ തന്നെ ആവണമെന്ന് അതിയായി ആഗ്രഹിക്കുകയാണ്, അല്ലേ? അങ്ങനെയല്ലെന്ന് പറയാൻ ഒരിക്കലും സാധിക്കില്ല. കാലം സാക്ഷിയാണ്. ഈ ഘട്ടവും രാഹുൽ മാങ്കൂട്ടത്തിൽ മറികടക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. രാഹുൽ അയാളുടെ പീക്ക് ലെവലിൽ ഒരു യുവജന നേതാവ്, 36 വയസ്സുള്ള ഒരു വ്യക്തി, ഒരു യുവാവ്, അയാൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന് കാൽ വെച്ചതും കൈവച്ചതും ഒക്കെ പൊന്നാക്കി മാറ്റി അവസാനം ഈ പറയുന്ന നിയമസഭാ മെമ്പറായി, അല്ലേ? മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറയുന്ന MLA ആയി പടി കയറിയതിന് തൊട്ടു പിന്നാലെ വിവാദങ്ങൾ വരുന്നുണ്ടെങ്കിൽ ലക്ഷ്യം പാർട്ടിയല്ല, ലക്ഷ്യം കോൺഗ്രസ് അല്ല, ലക്ഷ്യം രാഹുലാണ്. രാഹുൽ വഴി ആരുടെയെങ്കിലും അടുത്തേക്ക് എത്താൻ വേണ്ടിയുള്ള വലിയ ഒരു തത്രപ്പാടുകൾ. ഏത് രീതിയിൽ? ദിലീപ് അയാളുടെ കരിയറിന്റെ പീക്കിൽ നിൽക്കുമ്പോൾ മലയാള സിനിമയെ അയാൾ കൈവെള്ളയിൽ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന സമയത്താണ് അയാളെ വെട്ടി വീഴ്ത്തിയത്. അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിലെയും രാഹുലിലൂടെ മറ്റാരെങ്കിലേക്കും അടുത്തേക്ക് എത്താനുള്ള ഒരു വഴിയാണ് ഈ പറയുന്ന വേട്ടക്കാർ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ കാലം ഇതിനുള്ള മറുപടി പറഞ്ഞിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്ക് ആർക്കും വേണ്ട.